ഒന്നും നോക്കി. ഞാനൊരു ബോറനല്ല. അല്ല, ഞാൻ വേറൊരു ബോറനല്ലാന്ന്. എൻ്റെ അച്ഛൻ ഹൈക്കോർട്ടിലെ സാമാന്യം തിരക്കുള്ളൊരു വക്കീല. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നും ഇല്ലെങ്കിലും BEd കഴിഞ്ഞതാണ്. ഒരേ ഒരു ചേച്ചി 2 കൊല്ലം കഴിഞ്ഞ അവള് ഡോക്ടറാണ്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? അല്ല, ഞാൻ എൻ്റെ ഫാമിലി സെറ്റപ്പ് ഇങ്ങനെയാണെന്ന് പറയുമായിരുന്നു. ഇങ്ങനെ ഒരു ഫാമിലി നിന്നായതുകൊണ്ട് എനിക്ക് എത്ര ശ്രമിച്ചാലും എനിക്ക് ബോറനാവാൻ പറ്റില്ല. സത്യം, ഇറ്റ്സ് എ ഫാക്ട്. സിസ്റ്റർ, കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കുമോ പ്ലീസ് സിസ്റ്റർ? കുറച്ച് അല്ല, അപർണ കോച്ചിങ് സെൻറ്ററിൽ വെച്ച് സംസാരിക്കാൻ നിന്ന അപർണയുടെ അങ്കിളുള്ളതുകൊണ്ട് അത് പറ്റത്തില്ല. പിന്നെ +2 കഴിഞ്ഞ് 3 കൊല്ലമായതുകൊണ്ട് സ്കൂളും സേഫല്ല. ഏത് നിമിഷം വേണമെങ്കിലും പൊക്കാം. മാത്രമല്ല, ഇവരെല്ലാം വിചാരിക്കും ഞാനൊരു വായ നോക്കിയാണ്. എത്ര ശ്രമിച്ചാലും എനിക്കൊരു വായ നോക്കിയാവാൻ പറ്റില്ല. ഓ, നീ സ്കൂളിലാണോ? ഞാൻ പറഞ്ഞില്ലേ, ഇതേ പൊക്കി. അല്ല സാർ, ഞാൻ ഇതുവഴി പോയപ്പോ ചുമ്മാ കയറി, അത്ര. ഗേൾസ് എല്ലാം ചെല്ലും. സ്പീഡപ്പ്. അപർണ, ഇൻസ്റ്റയിലൊന്ന് ആഡ് ചെയ്യാവോ? ആലോചിക്കാം. മതി. ദാ ഇറങ്ങായി. പുല്ല് പറിച്ചാൽ മതി, കൂർക്കയുടെ കടയൊന്നും കളയണ്ട. ഗുഡ് മോർണിംഗ് സാറേ. രാവിലെ തന്നെ തോട്ടത്തിലേക്ക് ഇറങ്ങിയില്ലേ? തന്നെ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതായത് നാസയുടെ ലാബിലൊന്നും പോയി എന്നെ ടെസ്റ്റ് ചെയ്യണ്ട. തൻ്റെ മഞ്ഞപ്പൊടി മുളകൊടി ഗംഭീരമാണ്, ശരിക്കും വീട്ടിലുണ്ടാക്കിയതുപോലെ. എൻ്റെ ഭാര്യ വിമലക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഓ, സാറിന്റെ നാവിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു കമന്റ് കേൾക്കാന്ന് വെച്ചാൽ ഈശ്വരാനുഗ്രഹം സാറേ. അതിൻ്റെ ക്രെഡിറ്റ് ഈശ്വരനൊന്നും കൊടുക്കണ്ട, തൻ്റെ ആത്മാർത്ഥതയ്ക്കുള്ളതാണ്. ഒരു തരി പോലും മായം ചേർക്കാത്ത മസാലപ്പൊടി, അങ്ങനെ എനിക്ക് തോന്നിയത്. ഓ സാറേ, സാർ ഇപ്പൊ പറഞ്ഞതാ, ഇതിൽ നോക്കി ഒന്ന് പറഞ്ഞു തരുമോ? എൻ്റെ ഭാര്യയ്ക്കും കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സന്തോഷമാവും, അതുകൊണ്ടാണ്. അത് വേണം. പ്ലീസ് സാർ, പ്ലീസ്. വർഷങ്ങളായി ഭക്ഷണത്തിന് പകരം വിഷം കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പ്രധാനമായും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഈ വിഷം ഇറക്കുമതി ചെയ്ത് അവർ നമ്മളെ തീറ്റുകയാണ്. ഇവിടെയാണ് നന്ദൻ്റെ പ്രവാസി മസാലപ്പൊടിയുടെ പ്രസക്തി. ഉപയോഗിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. ഈ സത്യസന്ധത നിലനിർത്താൻ പ്രവാസിയുടെ പ്രവർത്തകർക്കെന്നും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഗ്രേറ്റ്, ഇതാണ് പരസ്യം. ഇത് പക്ഷേ ഇങ്ങനെ നിൻ്റെ ഫോണിനകത്ത് മാത്രം ഇരുന്നിട്ട് ഒരു കാര്യമില്ല, നാട്ടുകാർ കാണണം. ശ്രീനിവാസനെ പോലൊരാൾ ഇത്ര സിൻസിയറായിട്ട് പറയുമ്പോൾ ജനങ്ങളതും അവർ പ്രവാസി കറി പൗഡർ ചോദിച്ചു വരും. അത് കറക്റ്റാ. അങ്ങനെ ചെയ്താൽ മൊത്തത്തിലൊരു ഓളുണ്ടാവും. അല്ല, ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നു? ലീവ് ഇറ്റ് ടു മീ മാൻ. ഇത് സോഷ്യൽ മീഡിയയിൽ ഒന്ന് കയറിയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇതൊന്ന് എഡിറ്റ് ചെയ്ത് വൈറലാക്കാം, അത് ഞാൻ ഏറ്റു. ദുബായിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിന്റെ എൻക്വയറിയാ. 30 ഔട്ട്ലെറ്റ് ഉണ്ട് അവർക്ക്. എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ് എൻ്റെ പർച്ചേസ് മാനേജർ. ഒരു ദിവസം ഒരു ഔട്ട്ലെറ്റിൽ 5 പീസ് വെച്ച് പോയി കഴിഞ്ഞാൽ ഡെയിലി 150 പീസാ. പിന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ജനങ്ങളിലേക്ക് കൂടി എത്തിക്കഴിഞ്ഞാൽ കഥ മാറി മോളെ. കഥ മാറട്ടെ. പ്രവാസി നന്ദൻ വലിയ വ്യവസായി ആകട്ടെ. അസല് പേരയ്ക്ക. മോൾക്ക് കൊടുത്തോ? മോക്ക് കൊടുത്തോളാം. അപ്പോ ഡൈനിങ് ടേബിളിൽ മുകളിൽ വെച്ചാണ് പട്ടിയെ കളിപ്പിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമല്ലേ ഇത്? അപ്പോഴേക്ക് മാറ്റാലോ. പഴം കടിക്കണോ? മാറ്റ്. ഈ പണ്ടാരത്തിന് വീട്ടിനകത്തിട്ട് കളിപ്പിക്കരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ. ഇത് നമ്മളെ പോലെ ഒരു ജീവിയല്ലേ അച്ഛാ? നമ്മളെ പോലെയോ? എടി, അതൊരു പട്ടിക്കുട്ടിയാണ്. അതിനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് കൂടുണ്ടാക്കിയിട്ടുള്ളത്. ഇന്നലെ തന്നെ അത് ആ സോഫയിൽ കയറി കിടന്നിട്ട് അത് മൊത്തം അതിന്റെ രോമവും ഒരു വൃത്തികെട്ട നാറ്റവും. മോളു, ഞാൻ പുറത്താ കൂട്ടിക്കൊണ്ടാക്ക്. എന്നിട്ട് കൈയും കാലൊക്കെ സോപ്പിട്ട് നന്നായിട്ട് കഴുക. ചെല്ല്. എടുത്താ ചെല്ല്. ഗുഡ് ഗേൾ. പറഞ്ഞ നമ്മൾക്ക് മനസ്സിലാവും. ഇതെന്താ അങ്ങോട്ട്? ഞാൻ എന്റെ മുറി കൊണ്ടേ കളിപ്പിച്ചോളാം. അപ്പൊ ഒരു കാര്യം പറഞ്ഞ് അനുസരിക്കാൻ നിനക്ക് എന്താ എത്ര ബുദ്ധിമുട്ട്? കൊണ്ടാക്കടേ എന്നെ കൂട്ടില്. അപ്പു, അതിനെ കൊണ്ട് കൂട്ടിലാക്ക്. അച്ഛൻ പറയുന്നത് കേക്ക്. സേതു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
പരസ്യം? പരസ്യത്തിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ലല്ലോ. പരസ്യത്തിന് വേണ്ടി ചെയ്തതൊന്നുമല്ല അത്. വൈറലായിക്കോട്ടെ, എനിക്കതൊന്നും പ്രശ്നമല്ല. ചെയ്തൊരു കാര്യം ചെയ്യ്, അതെൻ്റെ വാട്സപ്പിലോട്ട് നയക്ക്. ശ്രീനിവാസന്റെ വീഡിയോ വന്നതിന് ശേഷം ഒരു അനക്കമൊക്കെ വെച്ചിട്ടുണ്ട്. വരട്ടെ വരട്ടെ, അനക്കം വരട്ടെ. പ്രൊഡക്ഷനൊക്കെ ഇത്തിരി കൂട്ടണം. ദൈവമേ, ശ്രീനിവാസൻ സാറോ? സാറേ, സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ നാവ് എടുത്തേ ഉള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷാ. ഓ, ഞാൻ ടോട്ടൽ ഫ്രീയാ. ഓ ഓ പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം പ്രണയാലി പുഞ്ചിരിച്ച ദിവ്യയാ. വെറുതെ ഒന്ന് കാണാനല്ലേ അങ്ങനെ വിളിപ്പിച്ചത്, അല്ലാതെ സിനിമയിൽ അഭിനയിപ്പിക്കാനൊന്നുമല്ലല്ലോ. ആർക്കറിയാം, ഉച്ച തിരിഞ്ഞ് വീട്ടിലേക്കൊന്ന് ചെല്ലുമെന്ന് ചോദിച്ചിട്ടുള്ളൂ. എന്തായാലും മൂപ്പർക്ക് എന്നോടൊരു അടുപ്പം ഫീൽ ചെയ്തിട്ടുണ്ട്. ആ, വലിയ വലിയ സുഹൃത്ത് ബന്ധങ്ങളെ കൂടുതലെടുക്കുന്നത് ഇങ്ങനെയാണ്. സിനിമയിൽ എനിക്ക് മീറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ഒരേ ഒരു സെലിബ്രിറ്റിയാ ശ്രീനിവാസൻ. എങ്കിൽ നീയും വാ. നീ മാത്രമാക്കണ്ട, മോളെയും കൂടി കൂട്ടിക്കോ. അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടാവില്ല. നന്ദേട്ടൻ പോയിട്ട് വാ. എടി, നീ സ്ക്രീനിൽ കാണുന്ന ആളെ അല്ല ശ്രീനിവാസൻ. ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലിയാ. നീ വേറെ റെഡിയാവും. ഇതൊക്കെ എന്തിനാച്ചാ ഈ ചെടിയും വള്ളിയൊക്കെ? ജൈവ കൃഷിയിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഇങ്ങനെ ചില സാധനങ്ങൾ കിട്ടുന്നത് വലിയ ഇഷ്ടമാണ്. വണ്ടി നന്ദേട്ടൻ ഓടിച്ചു. വേണ്ട വേണ്ട വേണ്ട, നീ ഓടിച്ചാൽ മതി. കണ്ടില്ലേ മോളെ അച്ഛൻ്റെ ഈഗോ? എന്റെ വീട്ടുകാർ തന്ന കാറായതുകൊണ്ടാ ഈ ദുരഭിമാനം. ഹേയ്, അച്ഛൻ്റെ ഇവിടുത്തെ ലൈസൻസ് എക്സ്പയറി ആയി. പിന്നെ ദുബായ് ലൈസൻസ് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ ആ അത്യാവശ്യം അവിടെ പോയിട്ട് കാത്തു കെട്ടി കിടക്കണം. ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് മാറ്റാന്ന് വിചാരിച്ചിട്ടാ. അല്ലാതെ നമ്മക്ക് എന്തൊന്നും ഈഗോ. നീ നോക്കിക്കോ അപ്പു, സ്വന്തമായി വേറെ കാറ് വാങ്ങുന്നത് വരെ അച്ഛൻ ലൈസൻസ് പുതുക്കില്ല. നീ വണ്ടി എടുക്ക്. നമസ്കാരം സാർ. ആ, അധികം വൈകാതെ തനിക്കൊരു വക്കീൽ നോട്ടീസ് വരും. അത് പറയാനാണ് വിളിച്ചത്. അയ്യോ, എന്തിനാണ് സാർ? പേഴ്സണലായിട്ട് ഞാൻ തന്ന സ്റ്റേറ്റ്മെന്റ് വെച്ച് തൻ്റെ മസാലപ്പൊടിയുടെ പരസ്യം ചെയ്യാൻ ആരോട് തനിക്ക് അനുഭവം തന്നത്? അയ്യോ സാർ, പരസ്യമായിട്ടൊന്നുമില്ല. എന്റെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. അതൊക്കെ എനിക്ക് കോടതി പറഞ്ഞാൽ മതി. തൻ്റെ പേരിൽ ഞാൻ ചീറ്റിംഗ് കേസാണ് കൊടുക്കാൻ പോകുന്നത്. IPC 420 പ്രകാരം 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടും. അതിൻ്റെ കൂടെ സൈബർ ക്രൈം കൂടി ചേരുമ്പോൾ 2 വർഷം വേറെയും കിട്ടും. അപ്പോൾ പിന്നെ തൻ്റെ മസാലപ്പൊടി ജയിലിൽ വെച്ചുണ്ടാക്കാം. സോറി സാർ, ഞാനിത് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം. അറിയാതെ പറ്റിപ്പോയതാ, സോറി. എന്റെ ഭാര്യയും മോളുമാണ് സാർ. സാറിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൂടെ കൂട്ടിയതാ. ഇത് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം. പണ്ട് ഞങ്ങൾ അജ്മാനിലെ സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദത്തിൻ്റെ പേരിൽ തമാശകൊന്നും തട്ടിക്കറിയതാ. ഓ, ഞാൻ പേടിച്ചു പോയി. ഹലോ ഹലോ ഹലോ, ലോറൻസ്. ലൈൻ കട്ടായി. അല്ല, ആളെ കിട്ടിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ഡിലീറ്റ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഡിലീറ്റ് ഒന്നും ചെയ്യണ്ട, എല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ. പക്ഷെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് പാടില്ല. അതൊരിക്കലും ഉണ്ടാവില്ല സാർ. മായം ചേർത്തൊരു സാധനം പ്രവാസിന്ന് പുറത്തേക്ക് പോവില്ല. അത് മതി. സർ, ഞങ്ങൾക്കൊരു സെൽഫി. പിന്നെന്താ, സെൽഫി എടുത്ത് ഒരു കാപ്പിയും കുടിച്ചിട്ട് പോയാൽ മതി. കുറച്ച് കുരുമുളകിന്റെ തൈയാണ്. ആ, നന്ദനെന്താ ഈ ഫാമിലിയിലല്ലേ?